എല്ലാവർക്കും ഓട്ടോടെക് ടീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുഷ് സ്റ്റാർട്ട് മോഡൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് മിക്കവാറും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ പുഷ് സ്റ്റാർട്ട് സ്വിച്ച് ഞെക്കി ACC ഓണായി, അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച് കഴിയുമ്പോൾ ഉണ്ടോ ഇതുപോലൊരു വാണിംഗ് കാണിക്കും, കീ ഫോബ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ വാഹനത്തിൽ ഇതുപോലെ മൊബൈൽ ചാർജർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മൊബൈൽ ചാർജറിൻ്റെ അടുത്തായിട്ടാണ് കീ ഫോബ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് മിക്കവാറും വാഹനങ്ങളിൽ കാണാറുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടായിട്ട്, അതിപ്പോൾ നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തു, ഡയറക്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ പുഷ് സ്റ്റാർട്ട് ഞെക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. കണ്ടോ, കീ ഫോബ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, മൊബൈൽ ചാർജർ ഓണാണ്. ഇതിങ്ങനെ സ്റ്റാർട്ടാകാത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ACC ഓണാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ACC ക്ലച്ച് ചവിട്ടാതെ പുഷ് സ്വിച്ച് നിൽക്കുമ്പോൾ ഫസ്റ്റ് ACC ആണ് ഓണാവണേ. ACC ഓണാവുന്ന സമയത്തിന് മൊബൈൽ ചാർജർ ഓണാവും. മൊബൈൽ ചാർജർ ഓണാകുമ്പോൾ ഈ മൊബൈൽ ചാർജറിൽ നിന്നുള്ള വേവ്സ്, ഇലക്ട്രിക്കൽ വേവ്സ് ഈ കീ ഫോബും ഈ വണ്ടിയിലെ റിസീവറുമായിട്ടുള്ള സിഗ്നലിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാരണത്താലാണ് ഈ വാഹനം സ്റ്റാർട്ടാവാതെ തന്നെ, അതായത് കീ ഫോബ് ഡിറ്റക്റ്റ് ചെയ്യാതെ വരുന്നത്. നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ കീ ഫോബിൽ നിന്നുള്ള സിഗ്നൽ ഡയറക്റ്റ് വരുന്ന കാരണത്തിൽ, അതായത് നമ്മുടെ ചാർജർ ആ സമയത്ത് ഓണാവുന്നില്ല, ഡയറക്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് സ്റ്റാർട്ട് ആവുന്നത്. ഇപ്പോൾ നമുക്കിനി നമുക്ക് റിമൂവ് ചെയ്തിട്ട് നോക്കാം. മൊബൈൽ ചാർജർ നമ്മൾ റിമൂവ് ചെയ്തിട്ടു, നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തേക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഒരു പ്രാവശ്യം ഞെക്കി ACC ഓണാക്കി, നമ്മൾ ക്ലച്ച് ചവിട്ടി പുഷ് സ്വിച്ച് ഞെക്കി വണ്ടി സ്റ്റാർട്ടായി. കീ ഫോബ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു നിസ്സാര കാര്യമാണ്, പക്ഷേ മിക്കവാറും കസ്റ്റമേഴ്സിന് അത് അറിയില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് വേറെ എന്തോ വണ്ടിയുടെ എന്തോ വലിയൊരു കംപ്ലൈൻ്റ് ആണ് എന്നുള്ള രീതിയിൽ വിചാരിക്കും. അത് ചില സമയങ്ങളിലൊക്കെ കസ്റ്റമേഴ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. കീ ഫോബ് നമ്മൾ വെക്കുന്നത് സെൻട്രലായിട്ടാണ് എന്നുണ്ടെങ്കിൽ മൊബൈൽ ചാർജർ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ഊരിയിടുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇത് കുത്തി വെച്ചേക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ചാർജർ വീണ്ടും കണക്ട് ചെയ്തു, വണ്ടി ഓഫ് ചെയ്തു, ഒരു പ്രാവശ്യം സ്വിച്ചിൽ ഞെക്കി ACC ഓൺ ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ക്ലച്ച് ചവിട്ടി, ഉണ്ടോ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കും. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും